ഹേ ഗൈസ്, അപ്പോൾ കുറച്ച് നാളായി നമ്മൾ മേക്കപ്പിനല്ലേ ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് മാറ്റിപ്പിടിച്ച് ജ്വല്ലറി മേക്കിങ്ങിലോട്ടൊന്ന് കിടന്നാലോ എന്ന്. കഴിഞ്ഞ ഓണത്തിന്, അടുത്ത ഓണം ആവാറായി, കഴിഞ്ഞ ഓണത്തിന് ഞാനൊരു ഇൻവിസിബിൾ ചെയിൻ, ഞാൻ ആകെ ഒരെണ്ണേ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. അതാണ് ഇത്. കണ്ടില്ലേ, ഇതൊരു ബ്ലൂ ആണേ. ഇതൊരു ബ്ലൂ കളറാണ്. നമ്മുടെ ഈ കെമ്പ് സ്റ്റോൺ അങ്ങനെ എന്തോ ഇതിന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കണ്ട് ഞാൻ വാങ്ങിച്ചാൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓൾറെഡി ഇത് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചാൽ. പക്ഷേ ഉണ്ടല്ലോ, ഇവർ ഈ സെറ്റ് ചെയ്തേക്കുന്നത് കുറച്ച് വ്യത്യാസമുണ്ട്. ഇവർ ഭയങ്കര സ്പേസ് വേണമായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. പക്ഷേ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇങ്ങനെ തൂക്കിടക്കാൻ സംഭവമില്ലേ. ആ ബീഡ്സ് ആണെങ്കിലും നോർമലി ഇരിക്കാത്തതുകൊണ്ട് ഇത് കിലുങ്ങത്തൊന്നുമില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനൊരു മേക്ക് ഓവർ കൊടുത്താലോ, ഇതിൻ്റെ ചായ മാറ്റി ഒന്ന് ക്യാപ്പി ആക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ചായ മാറ്റി ഒന്ന് കാപ്പി ആക്കിയിട്ട് വരാം. വരൂ. സാധാരണ സാമഗ്രികളെല്ലാം കൂടെ നിരത്തി വെച്ച് ഫസ്റ്റ് തന്നെ നമുക്ക് ആ പഴയ ചെയിനും കൂടെ കട്ട് ചെയ്തെടുക്കാം. എല്ലാം സെപ്പറേറ്റ് ആക്കണം. തുരുമ്പടിച്ച മുത്ത് നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിന്റെ കൊളുത്ത് നമ്മൾ കളയുന്നില്ല, നമുക്ക് ആവശ്യമുണ്ട്. ഫസ്റ്റ് ഞാൻ ഈ മുത്ത് മാറ്റിയിട്ട് എന്റെ കയ്യിലുള്ള മുത്തിടാൻ പോവാണ്. ഇത് ഗുങ്കുരു ബീഡ്സ് ആണ്. ആ പഴയതൊക്കെ മാറ്റണം. എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള ഒരു ലുക്ക് ഇങ്ങനെയാണ്. നമുക്ക് ഇതുപോലത്തെ റിങ്സ് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഇതിൽ 3 ഗുങ്കുരു ബീഡ്സ് വെച്ചിട്ടാണ് ഞാൻ അറേഞ്ച് ചെയ്യാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഫുൾ കംപ്ലീറ്റ് ചെയ്യണം. നല്ല രസം ഉണ്ടായിരുന്നു. ഇതിന്റെ സൈസ് എത്രയാണ് അതെടുത്തിട്ട് ഗിയർ വെയർ നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഈ ലോക്കറ്റ് ഇട്ട് രണ്ട് സൈഡ് ഞാൻ ആദ്യം ഗിയർ ലോക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ പല രീതിയിലും ട്രൈ ചെയ്ത് നോക്കി എങ്ങനെ മുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. നമ്മൾ ആദ്യം ഗോൾഡൻ ബീഡ്, പിന്നെ ഒരു ബ്ലൂ ബീഡ് ഇടുന്നുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ലോക്കറ്റ് ഇല്ലേ, ചെറിയ ലോക്കറ്റ്, അതിട്ടു. ഗോൾഡൻ ബീഡ് ഇട്ടു. ആ ഒരു ലോക്കറ്റും കൂടി ഇട്ട് പിന്നെ ഒരു ബ്ലൂ ബീഡും ഒരു ഗോൾഡൻ ബീഡും ലാസ്റ്റ് ഗിയർ ലോക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രണ്ട് സൈഡും ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കൊളുത്തോടെ പിടിപ്പിച്ച സംഭവം റെഡി. കൊളുത്ത് ലോക്ക് നമ്മുടെ മാലയുടെ അപ്ഡേറ്റഡ് വേർഷൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു പീസ് നമ്മൾ സെയിൽ ആക്കുവാന്നല്ല, സെയിൽ ആക്കുവാണെങ്കിൽ എത്ര രൂപയ്ക്ക് ഇത് സെയിൽ ആക്കാൻ പറ്റും എന്നൊന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.